സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് ഇവർ ശരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത്. സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയും കഷ്ടപ്പാടാണ്. തിരികെ എത്തിച്ചേർന്നതിന് ശേഷമുള്ള അവരുടെ ജീവിതവും കുറച്ചു മാസത്തേക്ക് കഷ്ടപ്പാട് തന്നെ നിറഞ്ഞതാണ്. ഭൂമിയിൽ നിന്നും സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ എതിരെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ഭാരമായിരിക്കും ഇവർക്ക് ഇവരുടെ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടുക. മുൻപ് സ്പേസ് യാത്രകളൊക്കെ നടത്തിയിരുന്ന ഒരു ആസ്ട്രോനോട്ടായ ഡോക്ടർ സാൻഡി മാഗ്നസ് പറയുന്നത്, നമ്മുടെ നെഞ്ചിലേക്ക് 70 പൗണ്ടോളം ഭാരമുള്ള ഒരു ഗൊറില്ലയെ എടുത്തു വെച്ച അവസ്ഥയായിരിക്കുമെന്നാണ്. പക്ഷേ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നാൽ അവിടെ ഒരു തരത്തിലുള്ള ഭാരവും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കില്ല. ഒരു തൂവല് പോലെ പറന്നു നടക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം സ്പേസ് സ്റ്റേഷനിൽ ഗ്രാവിറ്റി ഇല്ലെന്നല്ല. സ്പേസ് സ്റ്റേഷൻ നിൽക്കുന്ന പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റി തന്നെ ഉണ്ട്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും വെറും 400 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമാണ് സ്പേസ് സ്റ്റേഷൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ എത്രമാത്രം ഗ്രാവിറ്റി നമ്മൾ അനുഭവപ്പെടുന്നുണ്ടോ അതിൻ്റെ 90% ഗ്രാവിറ്റി സ്പേസ് സ്റ്റേഷനുണ്ട്. പക്ഷേ നമുക്കത് അറിയാൻ സാധിക്കില്ല. നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ ആ വീഴുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അനുഭവിക്കാൻ കഴിയില്ല. അതിനെയാണ് ഫ്രീ ഫോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്പേസ് സ്റ്റേഷനും അത്തരത്തിലുള്ള ഫ്രീ ഫോളിലാണ്. അത് ഭൂമിയുടെ പ്രതലത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ പ്രതലത്തിൽ നിൽക്കുന്ന നമ്മൾ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ അത് താഴേക്ക് കുത്തനെ വീഴുന്നത് നമുക്ക് കാണാം. എന്നാൽ അങ്ങനെയല്ല സ്പേസ് സ്റ്റേഷൻ വീഴുന്നത്. അങ്ങനെ സ്പേസ് സ്റ്റേഷന് വീഴാൻ സാധിക്കില്ല. കാരണം ഭൂമി ശക്തമായി കറങ്ങുന്നുണ്ട്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് സ്പേസ് സ്റ്റേഷൻ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ചുറ്റിനും കുറേയധികം തവണ കറങ്ങിയതിന് ശേഷം മാത്രം ക്രമേണ അത് ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രമേണ താഴേക്ക് വീഴുന്നത് ഒഴിവാക്കാനായി ക്രമേണ ത്രസ്റ്ററുകളുടെ സഹായത്താൽ ഒരു ബൂസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസ് സ്റ്റേഷൻ യാതൊരു ബലവും ഇല്ലാതെ തന്നെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതാണ്. അത് ഭൂമിയുടെ പ്രതലത്തിലേക്ക് പതിക്കുന്നതല്ല. ചുരുക്കത്തിൽ സ്പേസ് സ്റ്റേഷൻ ഫ്രീ ഫോൾ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് നമുക്കവിടെ ഗ്രാവിറ്റി അനുഭവപ്പെടാത്തത്. അതിൻ്റെ അർത്ഥം അവിടെ സീറോ ഗ്രാവിറ്റി ആണെന്നല്ല, അവിടെ മൈക്രോ ഗ്രാവിറ്റി ആണെന്നാണ്. മൈക്രോ ഗ്രാവിറ്റിയിലെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ആസ്ട്രോനോട്ട്സിന് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവരുടെ കാഴ്ചശക്തിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഓർമ്മശക്തിയിൽ കുറവുണ്ടായിരിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ടായിരിക്കും, അവർക്ക് ജനിതക മാറ്റം പോലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും അവരുടെ ശരീരഭാഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക. ഈ വീഡിയോയിൽ ആസ്ട്രോനോട്ട്സ് നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അവർക്ക് ലഭ്യമാകുന്ന സാലറിയെക്കുറിച്ചും അവർ ഏതൊക്കെ ജോലികളാണ് സ്പേസ് സ്റ്റേഷനിൽ ചെയ്യുന്നതെന്നും അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുമൊക്കെയാണ് വിശദീകരിക്കുന്നത്. ഇന്നേ വരെ ഏകദേശം 700ഓളം ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പകുതി ആളുകൾ പൈലറ്റ്മാരാണ്. ബാക്കി അവശേഷിക്കുന്ന പകുതിയിൽ ആസ്ട്രോഫിസിസ്റ്റുകളുണ്ട്, ഫിസിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഡോക്ടറും എഞ്ചിനീയറും ആകാനുള്ള യോഗ്യത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു ആസ്ട്രോഫിസിസ്റ്റ് അല്ലെങ്കിൽ ഫിസിസിസ്റ്റ് ആകണമെങ്കിൽ നിർബന്ധമായിട്ടും അതത് വിഷയങ്ങളിൽ PhD ഉണ്ടായിരിക്കണം. ആസ്ട്രോഫിസിസ്റ്റുകളും ഫിസിസ്റ്റുകളും അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പരീക്ഷണങ്ങളും സ്പേസ് സ്റ്റേഷനിൽ ചെയ്യാറുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത പല പരീക്ഷണങ്ങളും നമുക്ക് ബഹിരാകാശത്തെ ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തുന്ന കൃഷികൾ. അതിനും പുറമെ അവർ കോൾഡ് ലാബ് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാറുണ്ട്. വളരെയധികം കുറഞ്ഞ താപനിലയിലേക്ക് പദാർത്ഥങ്ങളെ മാറ്റും. അങ്ങനെ ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് അല്ലെങ്കിൽ 0 കെൽവിന് വളരെ അടുത്തുള്ള താപനിലയിലേക്ക് പദാർത്ഥങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അതിലുള്ള ആറ്റങ്ങൾ ഏതാണ്ട് നിശ്ചലമായിട്ട് മാറും. സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ തിരുത്താനും പുതുതായിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷനുകൾ വരുത്താനുമാണ് അവിടെ പ്രധാനമായിട്ടും എൻജിനീയേഴ്സ് എത്തിച്ചേരുന്നത്. അതിനു പുറമെ അവിടെയുള്ള ആസ്ട്രോനോട്ട്സിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ വേണ്ടി ഡോക്ടേഴ്സും എത്തിച്ചേരുന്നുണ്ട്. സ്പേസ് സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുള്ള ബഹിരാകാശ സഞ്ചാരികൾ തന്നെ പകുതിയോളം ആളുകൾ നാസ അല്ലെങ്കിൽ അമേരിക്ക അയച്ചിട്ടുള്ള അവരുടെ ആസ്ട്രോനോട്ട്സ് ആണ്. അമേരിക്ക ഒരു വ്യക്തിയെ ആസ്ട്രോനോട്ടായിട്ട് അയക്കണമെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ മാത്രം പോരാ. പ്രധാനമായിട്ടും ആ വ്യക്തി അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കണം. അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല.
പിന്നീട് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ മതിയാകും. നിങ്ങൾക്ക് ഒരു ആസ്ട്രോനോട്ട് ആകണമെങ്കിൽ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസത്തിന് മിക്ക ആളുകൾക്കും വിലങ്ങുതടിയായി മാറുന്നത് അവരുടെ ഓർമ്മശക്തിയാണ്. എത്ര പഠിച്ചിട്ട് പോയാലും സമയമാകുമ്പോൾ ഒക്കെ മറന്നുപോകും. ഇത് മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ആളുകളാണ് പലപ്പോഴും വിജയിക്കുന്നത്. പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പഠന രീതിയാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ പഠിക്കാൻ സാധിക്കില്ല. അവരുടെ പഠന നിലവാരം അനുസരിച്ച് പഠന രീതി മാറ്റണം. രീതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള 25ഓളം പഠന രീതികൾ വിശദീകരിക്കുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ആരംഭിച്ചിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. ബഹിരാകാശത്ത് നിന്നും മടങ്ങി വന്നതിന് ശേഷം അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലായിരിക്കും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വസ്ത്രമാണ്. ബഹിരാകാശത്തായിരിക്കുമ്പോഴും നിങ്ങൾ സാധാരണഗതിയിലുള്ള വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത്. സ്പേസ് സ്റ്റേഷന് വെളിയിൽ സ്പേസ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ സ്പേസ് സ്യൂട്ട് ധരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സ്പേസ് സ്റ്റേഷനിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സാധാരണഗതിയിൽ വസ്ത്രം മുട്ടാറില്ല. ഭൂമിയിലുള്ള ഒരു വ്യക്തിയുടെ കേസ് അങ്ങനെയല്ല. അയാൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ദേഹത്ത് ആ വസ്ത്രം നന്നായിട്ട് മുട്ടിയിട്ടുണ്ടായിരിക്കും. മാസങ്ങൾക്ക് ശേഷം ശരീരത്ത് ഇങ്ങനെ വസ്ത്രം മുട്ടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണമാണ് അവർക്ക് പ്രധാനമായിട്ടും ചൊറിച്ചിലുണ്ടാകുന്നത്. സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ വളരെയധികം ഊർജം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും വീൽ ചെയറിലാണ് പലപ്പോഴും ആസ്ട്രോനോട്ട്സിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് കുറേ അധികം നാളത്തെ പരിശീലനങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർക്ക് വീണ്ടും നടക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇവർ നടക്കാൻ പഠിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 8-9 മാസമായിട്ട് അവർ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് ഒരു പെൻസിൽ പോലും ഉയർത്താൻ സാധിക്കില്ല. നിരന്തരമായ പരിശീലനങ്ങൾക്ക് ശേഷം അത് സാധിച്ചാലും അടുത്ത പ്രശ്നം തുടങ്ങും. നേരത്തെ സ്പേസ് സ്റ്റേഷനിലായിരിക്കുമ്പോൾ അവർക്ക് ഒരു വസ്തു നിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരു വസ്തു നിലത്തിരിക്കില്ല. അവർക്ക് ശൂന്യതയിൽ ഇങ്ങനെ വസ്തുക്കളെ വെക്കാൻ സാധിക്കുമായിരുന്നു. ആ വസ്തുക്കൾ ഏതാണ്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഭൂമിയിലും അതേ ഓർമ്മയിൽ അവർ ശൂന്യതയിൽ പേനയും പെൻസിലും ഒക്കെ വെക്കാൻ തുടങ്ങും. ആ പേനയും പെൻസിലും ശൂന്യതയിൽ നിൽക്കില്ലല്ലോ, അത് ഗ്രാവിറ്റി കാരണം നിലം പതിക്കുകയാണ് ചെയ്യുക. അത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്നത്. ഗുരുത്വാകർഷണം നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ബെനഫിറ്റാണ് നൽകുന്നത്. ഗുരുത്വാകർഷണം ഒരു ചെറിയ ഫോഴ്സ് അസ്ഥികളിൽ ഏൽപ്പിക്കുന്നതാണ്. ഈ ഫോഴ്സ് കാരണം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ആ പ്രക്രിയയാണ് നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സെല്ലുകൾ ഉണ്ടായി വരണമെങ്കിൽ നിർബന്ധമായിട്ടും ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മൈക്രോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ആസ്ട്രോനോട്ട്സിന് അത്തരത്തിലുള്ള ഒരു പ്രക്രിയ സംഭവിക്കുന്നതല്ല. അതായത് അവരുടെ അസ്ഥി ക്രമേണ ദുർബലമായിക്കൊണ്ടിരിക്കും. അതിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഒരു രീതിയിലുള്ള വ്യായാമങ്ങളും ചെയ്യാതെ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ആസ്ട്രോനോട്ടിന് ഓരോ മാസവും അയാളുടെ അസ്ഥിയുടെ 1% ഡെൻസിറ്റി കുറയുന്നതാണ്. പെട്ടെന്ന് തന്നെ അസ്ഥി ഒടിഞ്ഞു പോകാനൊക്കെ ഇത് പിന്നീട് കാരണമായി മാറും. പക്ഷേ സ്പേസ് സ്റ്റേഷനിലുള്ള ആസ്ട്രോനോട്ട്സ് പലതരത്തിലുള്ള എക്സർസൈസുകൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2.5 മണിക്കൂറാണ് അവർ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷനിൽ വ്യായാമം ചെയ്യാൻ സാധിക്കുന്നത്? അവിടെ ഒരു വസ്തുവിനും ഭാരമില്ലല്ലോ. ഭാരമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഭാരമെടുത്ത് വ്യായാമം ചെയ്യാൻ സാധിക്കുക? അവിടെ പല ഇൻസ്ട്രുമെൻറ്റുകളുടെ സഹായത്താൽ വെയ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് ഓസ്റ്റിയോപോറോസിസിനെ തടയാൻ സാധിക്കുന്നതല്ല. അതിനെ 1% വരെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ ഭൂമിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അസ്ഥികളുടെ ബലം വീണ്ടെടുക്കാൻ സാധിക്കും. ഭൂമിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആസ്ട്രോനോട്ട്സിനെ ഹ്യൂസ്റ്റണിൽ സ്ഥിതി ചെയ്യുന്ന ജോൺസൺ സ്പേസ് സെൻറ്ററിൽ എത്തിക്കും. പിന്നീടുള്ള കുറച്ച് മാസം അവരവിടെയായിരിക്കും ചെലവഴിക്കുക. ഈ ഘട്ടത്തിലാണ് അവർ പല തരത്തിലുള്ള തെറാപ്പികളിൽ ഏർപ്പെടുന്നത്. അവർക്ക് അടിക്കടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അറ്റൻഷനും ലഭ്യമാക്കുന്നതാണ്. നാസയുടെ ഒഫീഷ്യൽസിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂമിയിൽ എത്തിച്ചേരുന്ന ബുച്ച് വിൽമോറിനും
സുനിത വില്യംസിനും 45 ദിവസങ്ങൾ നാസയുടെ ഈ ഒരു സ്പേസ് സെന്ററിൽ കഴിച്ചുകൂട്ടേണ്ടി വരുമെന്നാണ്. ബഹിരാകാശത്ത് എത്തിച്ചേരുന്ന ആസ്ട്രോനോട്സിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാസ ഒരു ട്വിൻ എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. ഈ പരീക്ഷണത്തിന് വേണ്ടി അവരുടെ തന്നെ ഒരു ആസ്ട്രോനോട്ടായ സ്കോട്ട് കെല്ലിയെയാണ് തെരഞ്ഞെടുത്തത്. അതിനൊരു കാരണമുണ്ട്. സ്കോട്ട് കെല്ലിക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട്, മാർക്ക് കെല്ലി. രണ്ടുപേരെയും ഈ പരീക്ഷണത്തിന്റെ ഭാഗമാക്കി. മാർക്ക് കെല്ലി ഭൂമിയിൽ തന്നെ നിൽക്കും. സ്കോട്ട് കെല്ലിയാണ് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. യാത്രയ്ക്ക് മുമ്പ് സ്കോട്ട് കെല്ലിയുടെയും അതുപോലെ മാർക്ക് കെല്ലിയുടെയും ശാരീരിക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടുകൾ ലഭ്യമായിരുന്നു. സ്പേസ് സ്റ്റേഷനിലെ കുറച്ചു നാളത്തെ ജീവിതത്തിന് ശേഷം സ്കോട്ട് കെല്ലി മടങ്ങി ഭൂമിയിൽ എത്തിച്ചേർന്നു. പിന്നീട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കോട്ട് കെല്ലിക്ക് ഹൃദ്രോഗത്തിൻ്റെ ഒരുപാട് സിംറ്റംസ് ഉണ്ടായി വന്നു. അദ്ദേഹത്തിന് സാൻഡ് സിൻഡ്രോം ഉണ്ടായി. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്കുലാർ സിൻഡ്രോം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ബ്ലഡ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശം നമ്മുടെ കാൽപാദങ്ങളുടെ ഭാഗത്തായിരിക്കും. കാരണം ഗ്രാവിറ്റിയാണ്. എന്നാൽ നിങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡുകളൊക്കെ ഏതാണ്ട് യൂണിഫോമായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേരുന്ന ബ്ലഡിനേക്കാൾ കൂടുതൽ ബ്ലഡ് ആ ഘട്ടത്തിൽ എത്തിച്ചേരുന്നു. ബ്ലഡിന് പുറമെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും എത്തുന്നുണ്ട്. ഇത് നമ്മുടെ കാഴ്ചശക്തിയെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. സ്കോട്ട് കെല്ലി തിരിച്ചു ഭൂമിയിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് സ്പെക്സ് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിയെ ആ യാത്ര ബാധിച്ചു. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ലോക്കിൻ്റെ പ്രവർത്തനം കാരണമാണ് കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്, കൃത്യസമയത്ത് ഉറക്കം വരുന്നതും അതേ കാരണത്താൽ തന്നെയാണ്. പക്ഷേ സ്പേസ് സ്റ്റേഷനിലെ ജീവിതത്തിന് ശേഷം മടങ്ങി ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈക്കിള് മൊത്തത്തിൽ തകിടം മറിയും. ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങില്ല, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനും സാധിക്കില്ല. കുറേ നാളുകൾ വേണ്ടി വരും നമ്മൾ പഴയ ഒരു ജീവിത ശൈലിയിലേക്ക് മടങ്ങിയെത്താൻ. ഓർമ്മശക്തിയെയും നമ്മുടെ ചിന്താശേഷിയെയും സ്പേസ് സ്റ്റേഷനിലെ ജീവിതം ബാധിക്കുന്നതാണ്. അതും മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ റിക്കവർ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഓസോൺ പാളിയുടെ സംരക്ഷണത്താൽ നമുക്ക് കാര്യമായിട്ടുള്ള റേഡിയേഷനൊന്നും അനുഭവപ്പെടുകയില്ല. പക്ഷേ സ്പേസ് സ്റ്റേഷനിൽ ഓസോൺ പാളിയുടെ ഒരു സംരക്ഷണ കവചം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് റേഡിയേഷനെ നേരിടേണ്ടി വരും. കൃത്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെ ഉണ്ട്. ഭൂമിയിൽ ഒരു വർഷം മുഴുവനായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന റേഡിയേഷൻ സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് അനുഭവിക്കും. ഇതൊരു ശരാശരി കണക്കാണ്. ചില സമയങ്ങളിലൊക്കെ സൂര്യനിൽ നിന്നും കൂടുതൽ സോളാർ ഫ്ലെയറുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടുതൽ റേഡിയേഷൻ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുക. റേഡിയേഷൻ കാരണം നമുക്ക് ക്യാൻസർ രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ പോലും ഈ റേഡിയേഷൻ ബാധിക്കുന്നുണ്ട്. 2024 ഒരു പഠനമനുസരിച്ച് നമ്മുടെ ക്രോമസോമിൻ്റെ ഒരു അഗ്രഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ടിലോമറിൽ നീളക്കൂടുതലുണ്ടാകും. ഈ ടിലോമറാണ് നമ്മുടെ DNA സംരക്ഷിക്കുന്നത്. ടിലോമറിൽ നീളം കൂടുന്നത് സാധാരണഗതിയിൽ നമുക്ക് യുവാക്കൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ അർത്ഥം ആസ്ട്രോനോട്സിന് കൂടുതൽ യൗവനം ഉണ്ടാകുന്നു എന്നല്ല. അവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക, പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനെയാണ് സ്പേസിലായിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരിക. അത് മനസ്സിലാക്കി ശരീരം കൂടുതലായിട്ട് DNA റിപ്പയർ ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നീളം സാധാരണഗതിയിലുള്ളതിനേക്കാൾ അല്പമൊന്ന് കൂടുന്നതാണ്. എന്നാൽ ഭൂമിയിൽ മടങ്ങിയെത്തി ഏതാണ്ട് 6 മാസങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകും. ആസ്ട്രോനോട്സിൻ്റെ സാലറി അതൊരു പ്രത്യേക മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ആസ്ട്രോനോട്സ് ശരിക്കും ഒരു ബഹിരാകാശ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ അവർക്ക് മാസാമാസം കൃത്യമായിട്ടുള്ള ഒരു ശമ്പളമാണ് ലഭിക്കുന്നത്. ഒരു ആസ്ട്രോനോട്ടിന് കൃത്യം എത്ര ശമ്പളമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ആ ആസ്ട്രോനോട്ടിൻ്റെ എക്സ്പീരിയൻസും റാങ്കും അനുസരിച്ച് മാറുന്നതാണ്. നാസയുടെ കണക്കുകൾ അനുസരിച്ച്
ഒരു ആസ്ട്രോനോട്ടിന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സാലറി പെർ ആനം 80,000 അമേരിക്കൻ ഡോളേഴ്സാണ്. പരമാവധി 1.5 ലക്ഷം അമേരിക്കൻ ഡോളേഴ്സ് വരെ അവർക്ക് ഒരു വർഷം ലഭിക്കും. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സാലറി 68 ലക്ഷവും ഏറ്റവും ഉയർന്ന സാലറി 1,29,00,000 രൂപയുമാണ്. മറ്റ് ജോലികൾ ചെയ്യുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ വെക്കേഷൻ ലീവുകൾ ആസ്ട്രോനോട്ട്സിന് ലഭിക്കുന്നതാണ്. അത് നിർബന്ധമായിട്ടും അവർ ഉപയോഗിക്കുക തന്നെ വേണം. സ്പേസ് സ്റ്റേഷനിൽ കുറേ അധികം മാസം ഇവർ ഉണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം ഭൂമിയിൽ എത്തിച്ചേർന്നാലും ഇവർക്ക് നേരിട്ട് ഇവരുടെ റിയൽ ലൈഫിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല. 5-6 മാസമൊക്കെ ഹ്യൂസ്റ്റണിലെ സ്പേസ് സെൻറ്ററിൽ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിർബന്ധമായിട്ടും അവർ വെക്കേഷന് പോയിരിക്കണം. ചിലപ്പോൾ ചില ആഴ്ചകൾ മാത്രമായിരിക്കും വെക്കേഷൻ ലഭിക്കുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ മാസങ്ങളോളം വെക്കേഷൻ ലഭ്യമായെന്നും വരാം. സുനിത വില്യംസും ബുച്ച് വിൽമോറും അമേരിക്കൻ നേവിയിലെ റിട്ടയേർഡ് പൈലറ്റ്മാരാണ്. അതേസമയം തന്നെ അവർ നാസയുടെ ആക്റ്റീവായിട്ടുള്ള ആസ്ട്രോനോട്ട്സുമാണ്. ആസ്ട്രോനോട്ട്സിന് കൃത്യമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്രായമൊന്നുമില്ല. അവരുടെ ശാരീരിക ക്ഷമതയനുസരിച്ച് അവരെ നാസയ്ക്ക് എത്രമാത്രം ആവശ്യമുണ്ട് എന്നതിനെ അനുസരിച്ചൊക്കെ ഈ റിട്ടയർമെൻറ്റ് പ്രായം മാറും. ഒരു ആസ്ട്രോനോട്ട് ശരിക്കും ഒരു വലിയ സെലിബ്രിറ്റി തന്നെയാണ്. നമുക്ക് ഇന്ത്യക്കാർക്കറിയാവുന്ന ആസ്ട്രോനോട്ട്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇന്ത്യൻ വംശജരായിട്ടുള്ള ആസ്ട്രോനോട്ട്സിനെയാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ അമേരിക്കയിലുള്ള പ്രത്യേകിച്ചും അവിടുത്തെ വിദ്യാർത്ഥികളിൽ ഈ ആസ്ട്രോനോട്ട്സിന് വലിയ സ്വാധീനമുണ്ട്. പലരും സ്വപ്നം കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ സ്പേസ് സ്റ്റേഷനിൽ വെച്ച് ഈ ആസ്ട്രോനോട്ട്സ് ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈവായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസാണ് പലപ്പോഴും നടക്കുന്നത്. സുനിത വില്യംസ് അവരുടെ സ്പേസ് സ്റ്റേഷനിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് വിവരിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. എങ്ങനെയാണ് അവർ അവിടെ വ്യായാമം ചെയ്യുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് ഉറങ്ങുന്നത്, അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ചാനലിൽ ഞാൻ അതിൻ്റെ ഒരു മലയാളം വേർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 13 ലക്ഷത്തോളം ആളുകൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും എന്നോട് ചോദിക്കാവുന്നതാണ്.